മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നിരുന്നത്. അതാണ് ഈ കാര്യത്തെ സൂചിപ്പിക്കുന്നത്. മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരിച്ച മയ്യത്തിന്റെ ഖബറിൽ നമ്മൾ 3 പിടി മണ്ണ് വാരിയിടും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറാ. 3 പിടി മണ്ണ് വാരിയിടുക. അത് 2 കൈ കൊണ്ട് കോരിയിട്ട് ഇങ്ങനെ ഇടുക. അത് പറയുന്നിടത്ത് പറയുന്നു, പലപ്പോഴും പറയണമെന്നൊക്കെ തോന്നിയൊരു വിഷയമായതുകൊണ്ട് പറയാം, അത് ഇടേണ്ടത് ഖബറിന്റെ ചുറ്റും അടുത്തു നിൽക്കുന്നവർ ഇടണം. അപ്പൊ വിട്ടു നിൽക്കുന്നവർ അടുത്തു നിൽക്കുന്നവർക്ക് പ്രയാസമുണ്ടാക്കുന്ന വിധത്തിൽ തിക്കും തിരക്കും കൂട്ടിയിടേണ്ടതില്ല എന്ന് പറയുന്നു. മാത്രമല്ല ഇടുന്നതോ അത് മയ്യത്തിന്റെ തലയുടെ ഭാഗത്തു കൂടെ ആയിരിക്കണം. മിൻ ഖിബലി റഅസിഹി എന്നാണ്. തലന്റെ ഭാഗത്തു കൂടെയാണ് ഖബറിന്റെ ഇതിലേക്ക് മണ്ണിടേണ്ടത്. ഇടേണ്ട മണ്ണോ അത് ഖബർ കളക്കുമ്പോൾ കളച്ച് പുറത്ത് കിട്ട മണ്ണിടണം. പള്ളി തൊടുന്ന് വേറെ മണ്ണ് വാരിയിടല്ല എന്നർത്ഥം. മിൻ ഖിബലി റഅസിഹി, തലയുടെ ഭാഗത്തു കൂടെയാണ് ഇടേണ്ടത്. പക്ഷെ ആ കാര്യം ചെയ്യുന്നതിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രൂപത്തിൽ ഒരു തിക്കും തിരക്കിന്റെ ആവശ്യമില്ല. മശക്കത്ത്, പ്രയാസങ്ങൾ ഉണ്ടാവുന്ന സന്ദർഭത്തിൽ അത് ആവശ്യമില്ല. അങ്ങനെ ഒരു തിരക്ക് അതിൽ കൂട്ടേണ്ട കാര്യമില്ല എന്നർത്ഥം. പക്ഷെ അത് വലിയൊരു സന്ദേശമാണ്, വലിയൊരു സുന്നത്താണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറാ. ഇതിൽ നിന്നാണ് ഞങ്ങൾ വന്നത്, ഇതിലേക്കാണ് ഞങ്ങൾ വരുന്നത്, ഇനി ഇതിൽ നിന്ന് തന്നെ ഞങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യും എന്നൊരു സന്ദേശം ഖബറിന്റെ അടുത്തുകൂടെ ജനങ്ങൾക്ക് മൊത്തം നൽകാൻ, അതിന്റെ പ്രാതിനിധ്യം എന്ന നിലക്ക് ചില ആൾക്കാർ മാത്രം അത് ചെയ്താലും മതി എന്നേ അതിൽ ശറഅ് കാണുന്നുള്ളൂ എന്ന് വിചാരിച്ച് മറ്റുള്ളവർ അതിന് സൗകര്യം ചെയ്ത് കൊടുത്ത് മറ്റുള്ളവരും കൂടി അത് ചെയ്യുന്നതിന് തടസ്സവുമില്ല എന്നർത്ഥം. പക്ഷേ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നർത്ഥം.